പ്ലസ് ടു കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ 7ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു, ഇല്ലേ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് കണ്ടു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടെമ്പറേച്ചർ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നതെന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒരു ഗ്ലാസ് ചൂട് ചായയിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇളക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്നത് കാണാം. എന്നാൽ തണുത്ത ചായയിലേക്കാണ് നമ്മൾ ഈ ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നതെങ്കിലോ അത് ഡിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇളക്കി കൊടുക്കണം, വേണ്ടേ? അപ്പം അവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോല്യബിലിറ്റി കൂടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? റേറ്റ് ഓഫ് എ റിയാക്ഷൻ കൂടുന്നു. ഉദാഹരണത്തിന് നൈട്രജൻ പെന്റോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ, NO2 ഓക്സിജനുമായിട്ട് മാറുന്ന ആ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ 50 ഡിഗ്രി സെൽഷ്യസിന് 100 ഗ്രാം N2O5 എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസിൽ 100 ഗ്രാം എന്തായിട്ട് മാറണം? 50 ഗ്രാം ആയിട്ട് മാറണം. അപ്പൊ അതിനെടുക്കുന്ന സമയം T½ എന്ന് പറയുന്നത് 12 മിനിറ്റ്, 12 മിനിറ്റ് ആണ്. എന്നാൽ അതിന്റെ ടെമ്പറേച്ചർ വീണ്ടും കുറച്ച് 25 ഡിഗ്രി സെൽഷ്യസ് ആക്കിയെന്ന് വിചാരിക്കുക. 25 ഡിഗ്രി സെൽഷ്യസിൽ T½ എന്ന് പറയുന്നത് T½ 5 അവർ ആണ്. ഇനി ആ ടെമ്പറേച്ചറിനെ വീണ്ടും 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഡീകമ്പോസിഷൻ നടത്തുകയാണ്, നൈട്രജൻ പെന്റോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ നടത്തിയാൽ അപ്പൊ T½ എന്ന് പറയുന്നത് 10 ഡേയ്സ് ആണ്. നോക്കിക്കേ, ടെമ്പറേച്ചറിന്റെ ഒരു ഇഫക്റ്റ് മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് നമ്മൾ പെർമാംഗനോമെട്രി ചെയ്യുമ്പോൾ, വോളിയോമെട്രിക് ടൈട്രേഷൻസ്. പെർമാംഗനോമെട്രിയിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഓക്സാലിക് ആസിഡും തമ്മിൽ ടൈട്രേഷൻ നടത്തും. അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് വയലറ്റ് കളറാണ്, അതിനെ ഡീകളറൈസ് ചെയ്യും ഓക്സാലിക് ആസിഡ്. അല്ലെങ്കിൽ അതിനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടൈട്രേഷൻ നടത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഡീകളറൈസേഷൻ നടക്കുന്നത് കാണാം. ചൂടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ചൂടാക്കിയില്ലെങ്കിലോ വളരെ പതുക്കെയായിരിക്കും ആ പ്രോസസ് നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ എ കെമിക്കൽ റിയാക്ഷൻ for a 10 degree rise in temperature the rate constant is doubled. 10 ഡിഗ്രി കൂടി കഴിയുമ്പോൾ, ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് എന്തായി മാറും? ഡബിൾ ചെയ്യും എന്നാണ് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ടെമ്പറേച്ചർ ഡിപെൻഡൻസ്, ടെമ്പറേച്ചർ എങ്ങനെയാണ് റേറ്റ് ഓഫ് എ റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നതെന്ന് പഠിച്ച ശാസ്ത്രജ്ഞനാണ് വാൻ ഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ഫിസിക്കൽ ജസ്റ്റിഫിക്കേഷനും ഒരു മാത്തമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷനും എല്ലാം കൊടുത്ത സയന്റിസ്റ്റ് ആണ് അറീനിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഹൗ ദ ടെമ്പറേച്ചർ ഈസ് അഫക്റ്റഡ് ബൈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അദ്ദേഹം ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. ആ ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇക്വേഷൻ ഈസ് K, rate constant K is equal to A into e raised to minus EA by RT. ഓരോ ടേമും എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, A is known as the Arrhenius constant. A എന്താണ്? Arrhenius constant. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫ്രീക്വൻസി ഫാക്ടർ. ഇതിനെ എന്തെന്ന് വിളിക്കാം? ഫ്രീക്വൻസി ഫാക്ടർ. അതുമല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കാം? പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ഇവിടെ ഒരു എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്, അതിന് മുമ്പുള്ള ഒരു ഫാക്ടർ. സോ 3 പേരില് ഇത് അറിയപ്പെടുന്നു: അറീനിയസ് കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി ഫാക്ടർ, അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. ഇനി EA എന്താണ്? EA ഈസ് ദി ആക്ടിവേഷൻ എനർജി. അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. Activation energy. A is the activation energy. And R എന്താണ്? R നിങ്ങൾക്കറിയാം. R is the universal gas constant. Universal gas constant. And T is the temperature. Okay. K is the rate constant. K പറയേണ്ട കാര്യമില്ലല്ലോ. K is the rate constant. എഴുതിയേക്കാം.
നമ്മൾ ഈ ഒരു ഇക്വേഷൻ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇക്വേഷൻ എഴുതി അതിൽ ഓരോ ടേമും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അതാണ് ഞാനിവിടെ ചെയ്തതുപോലെ തന്നെ എക്സാമിലും ചെയ്യണം. ഓക്കെ, സോ K is equal to A into e raised to minus EA by RT. എങ്ങനെയാണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പഠിക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ, H2 plus I2 giving 2HI. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകുന്നു. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞ് മറ്റു പല സ്കൂളുകളിലേക്കുമാണ് +1 +2 പഠിക്കാനായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, പഴയ സ്കൂളിലെ ഫ്രണ്ട്സ് പുതിയ സ്കൂളിലും ഉണ്ട്. അപ്പൊ അവിടെ വരുമ്പോഴാണ് പുതിയ കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ അവർ കുറച്ചുകൂടി നമുക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇവരുമായിട്ട് നല്ല സ്ട്രോങ് ബോണ്ട് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നും ലൂസൺ ചെയ്യാതെ പുതിയ ആളുമായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് പതുക്കെ ഒന്ന് ലൂസൺ ചെയ്യും. പതുക്കെ ഒന്ന് ലൂസൺ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ആളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുന്നത്, അല്ലെ? ഓക്കെ, ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ സ്ട്രോങ് ബോണ്ടാണ്. അതുപോലെ 2 അയഡിൻ ആറ്റങ്ങൾ തമ്മിലും എന്താണ്? സ്ട്രോങ് ബോണ്ടാണ്. അപ്പൊ പുതിയ ആളെ കാണുമ്പോൾ ഹൈഡ്രജൻ ആരെ കാണുന്നു? അയഡിനെ കാണുന്നു. അയഡിനെ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പുതിയൊരു ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ പതുക്കെ ബോണ്ട് ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെ തന്നെ ഒറ്റയടിക്ക് പിരിയുമല്ലോ ചെയ്യുന്നത്. അപ്പൊ പതുക്കെ നമ്മൾ 2 കൂട്ടരുമായിട്ട് ഒരു ബോണ്ട് ചെയ്യുന്നു. സോ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെ ഒരു സ്റ്റേജ് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. ഈ സ്റ്റേജ് എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണോ? അല്ല. സോ ദിസ് ഈസ് ആൻ അൺസ്റ്റേബിൾ സ്റ്റേജ്. അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഉടനെ എന്ത് സംഭവിക്കും? +1 +2 കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മള് മറ്റേ ആളെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്യും, ഇല്ലേ? നമുക്ക് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് എന്തായിട്ട് മാറും? HI ആയിട്ട് മാറും. ശരിയല്ലേ? സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. ഈ റിയാക്ഷന്റെ ഒരു ഗ്രാഫ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി Y ആക്സിസിലും റിയാക്ഷൻ കോർഡിനേറ്റ് X ആക്സിസിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്? അത് ഒരു റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറി കഴിയുമ്പോഴുള്ള എനർജി ചേഞ്ചിന്റെ ഒരു പ്രൊഫൈൽ. അതാണ് റിയാക്ഷൻ കോർഡിനേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രൊഫൈൽ ഓഫ് എനർജി ചേഞ്ച് വെൻ റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ഇൻടു പ്രോഡക്ട്സ്. അത്രേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഹൈഡ്രജനും അയഡിനും ഇവിടെ കമ്പൈൻ ചെയ്യാണ്. ആക്ച്വലി ഹൈഡ്രജനും അയഡിനും ഇത്രയും എനർജി ഉണ്ട്, മോളിക്യൂൾസ് തന്നെ ഇത്രയും എനർജി ഉണ്ട്. ഇത്രയും എനർജി മതിയോ ഇത് പ്രോഡക്റ്റ് ആയിട്ട് മാറാനായിട്ട്? പോരല്ലോ. 2 പേര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണമെങ്കിൽ അനങ്ങാതിരുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമോ? അവര് തമ്മിൽ ഇന്ററാക്ഷൻസ് വേണം, അല്ലേ? അപ്പൊ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള ഇന്ററാക്ഷൻസ് മതിയോ? ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് വേണം. ഇത് തന്നെയാണ് നമ്മൾ കൊളീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മോളിക്യൂൾസ് തമ്മിൽ എന്ത് നടക്കണം? കൊളീഷൻസ് നടക്കണം. അങ്ങനെ കൊളീഷൻസ് നടന്നു കഴിഞ്ഞാലേ അവ എന്തുണ്ടാവുകയുള്ളൂ? പ്രോഡക്റ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നടക്കണമെങ്കിൽ അവയ്ക്കൊരു എനർജി വേണം. ആക്ച്വലി ഇത്രയും എനർജി ഉണ്ട് റിയാക്ടൻസിന്, പക്ഷെ ഇത്രയും പോരാ. അപ്പം ആ റിയാക്ടൻസ് ആയിട്ട് ഈ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? കുറച്ച് എനർജി വേണം. ആ എനർജിയാണ്, അതായത് ഹൈഡ്രജനും അയഡിനും ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക്, ദിസ് ഈസ് ദ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഓർ ദിസ് ഈസ് ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇതിനെ നമുക്ക് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് കൂടി വിളിക്കാം. ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറാൻ ആവശ്യമായ എനർജി, ദാറ്റ് മീൻസ് ഈ ഒരു എനർജി, ഇതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അറീനിയസ് ഇക്വേഷനിൽ E എന്ന് പറയുന്ന ഒരു ടേം കണ്ടു. സോ ദിസ് ഈസ് ദി ആക്ടിവേഷൻ എനർജി. എനർജി റിക്വയർഡ് ബൈ ദ റിയാക്ടൻസ് ടു കൺവേർട്ട് ഇൻടു ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആ റിയാക്ടൻസ് എന്തായിട്ട് മാറണം? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറാൻ ആവശ്യമായ എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പം ഇനി സപ്പോസ് വേറൊരു രീതിയിലും ഇതിനെ പറയാം. നമ്മൾ വേറൊരു ടേം പഠിച്ചിട്ടുണ്ട്, ത്രെഷോൾഡ് എനർജി. എന്താണ് ത്രെഷോൾഡ് എനർജി? ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ റിയാക്ടൻസ്
ടു കൺവേർട്ട് ഇൻടു പ്രോഡക്ട്സ്. ഈ റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറാൻ ആവശ്യമായ മിനിമം എനർജി, അത് ആ റിയാക്ടന്റിന് ഉണ്ടായിരിക്കേണ്ട മിനിമം എനർജി, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് വിചാരിക്കുക. സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയാണ് ഇതിന്റെ ത്രെഷോൾഡ് എനർജി എന്ന് വിചാരിക്കുക. ത്രെഷോൾഡ് എനർജി ടെക്സ്റ്റിൽ അതിനെ കുറിച്ച് അവിടെ പറയുന്നില്ല, ക്വസ്റ്റ്യൻ പറയുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരാണ്. ത്രെഷോൾഡ് എനർജി ഇവിടെ മുതൽ ഇവിടെ വരെയാണെന്ന് വിചാരിക്കുക. ഇത്രയും എനർജി റിയാക്ടൻസിനുണ്ട്. അപ്പൊ ഈ ത്രെഷോൾഡ് എനർജിയിൽ നിന്ന് ഈ റിയാക്ടൻസിന്റെ എനർജി കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. അങ്ങനെയും നമുക്ക് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ആക്ടിവേഷൻ എനർജി ഈസ് ഈക്വൽ ടു ത്രെഷോൾഡ് എനർജിയിൽ നിന്ന്, ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം എനർജി റിക്വയർഡ് ബൈ ദ റിയാക്ടൻസ് ടു കൺവേർട്ട് ഇൻടു പ്രോഡക്ട്സ്. ആ ത്രെഷോൾഡ് എനർജിയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആവറേജ് എനർജി ഓഫ് റിയാക്ടൻസ്, ആവറേജ് എനർജി ഓഫ് റിയാക്ടൻസ് കുറയ്ക്കണം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടും. ഇതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അൺസ്റ്റേബിൾ അല്ലേ? അൺസ്റ്റേബിൾ ആകുമ്പോൾ കെമിസ്ട്രിയിലെ ഏത് റിയാക്ഷനും സ്റ്റേബിൾ ആകുന്നത് എനർജിയുടെ ടേംസിൽ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ? എനർജി കുറയുമ്പോൾ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? എനർജി, പ്രോഡക്റ്റിന്റെ എനർജി കുറഞ്ഞു. നോക്കിക്കേ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എനർജി റിലീസ് ചെയ്ത് എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഇനി ഇവിടെ നോക്കിക്കേ, ഇതാണ് റിയാക്ടന്റ്, അതിനേക്കാൾ കുറവാണ് ആരുടെ എനർജി? പ്രോഡക്റ്റിന്റെ എനർജി. ആ സിസ്റ്റം എന്തായിട്ട് മാറി? സ്റ്റേബിൾ ആയിട്ട് മാറി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു മോളിക്യൂൾ ഹൈഡ്രജനും ഒരു മോളിക്യൂൾ അയഡിനും കൂടെ റിയാക്ട് ചെയ്ത് 2 മോളിക്യൂൾ ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടായി. ഒരെണ്ണം ഇതാണോ എടുക്കുന്നത്? ഒരു മോളിക്യൂൾ ഹൈഡ്രജനും ഒരു മോളിക്യൂൾ അയഡിനാണോ എടുക്കുന്നത്? അല്ല, ഒരുപാട് മോളിക്യൂൾസ് കാണാം അല്ലെ? ചിലപ്പോൾ 1 മോൾ 2 മോൾ അങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. മാക്സ്വെൽ ആൻഡ് ബോൾട്സ്മാൻ 2 സയന്റിസ്റ്റുകളാണ്. ഇവര് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ഈ മോളിക്യൂൾസിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാണ് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇവരുടെ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ മാറുന്നതെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇതിൽ കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ മാറണമെങ്കിൽ എന്ത് മാറണം? ആ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി മാറണം അല്ലെ? എനർജി കൂടുതലുള്ള മോളിക്യൂൾസേ ഇഫക്റ്റീവ് കൊളീഷൻസ് നടത്തുള്ളൂ അല്ലെ? അപ്പം ആ എനർജിയുടെ എന്ത് വ്യത്യാസമാണ് ടെമ്പറേച്ചർ കൊണ്ടുവരുന്നതെന്ന് പഠിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അപ്പൊ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്ത് ഇത് പ്രൂവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസിലും ഇവിടെ എടുത്തിരിക്കുന്നത് NE by NT. എന്താണ് NE എന്ന് പറയുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി E. E എന്ന് പറയുന്ന എനർജിയുള്ള, NE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എനർജിയുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണമാണ് NE എന്ന് പറയുന്നത്. NT എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. NT എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പം അങ്ങനെയാണെങ്കിൽ NE by NT എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി ഈക്വൽ ടു E. E എന്ന് പറയുന്ന എനർജിയുള്ള മോളിക്യൂൾസിന്റെ എണ്ണം. 100ൽ 50 മോളിക്യൂൾസിനാണ് E എന്ന് പറയുന്ന എനർജി എന്ന് വിചാരിക്കുക. അപ്പൊ 50/100 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി E അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇനി എക്സ് ആക്സിസ് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. എക്സ് ആക്സിസിൽ കൈനറ്റിക് എനർജി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഉദാഹരണം പറയട്ടെ. നമ്മള് പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഒക്കെ കാൽനട യാത്രയായിട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പോകുന്നത് ഒരേ സ്പീഡിലായിരിക്കും, ഒരേ എനർജിയിലായിരിക്കും. എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും പോകുന്നത്? വളരെ സ്പീഡിൽ മുമ്പിലായിട്ട് നടക്കും, വളരെ മുൻപിലായിട്ട് നടക്കും അല്ലെ? എന്നാൽ പ്രായമായവര്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടായെങ്കിൽ, കുറച്ച് വയ്യായിക്കുള്ളവർക്ക് കുറച്ച് പതുക്കെ പോകും. എന്നാൽ മെജോറിറ്റി ആൾക്കാരും ഒരു ആവറേജ് സ്പീഡിൽ പോകും അല്ലെ? കുറെ ആൾക്കാർ. അപ്പൊ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് 3 വിഭാഗത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ശരിയല്ലേ? നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത്. പോകുന്നതിന്റെ അവരുടെ എനർജിയുടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കേ, തീരെ കുറഞ്ഞ സ്പീഡിൽ എനർജിയുള്ള മോളിക്യൂൾസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും അല്ലെ? അല്ലെങ്കിൽ തീരെ കുറഞ്ഞ എനർജിയുള്ള ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. വളരെ കൂടുതൽ എനർജിയുള്ള ആളുകളുടെ എണ്ണവും കുറവായിരിക്കും. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ആവറേജ് എനർജി ഉണ്ട് അല്ലെ? കൂടുതൽ മോളിക്യൂൾസിന്, കൂടുതൽ ആൾക്കാർക്കുമുള്ള ഒരു എനർജി ഉണ്ട്. അതിനെയാണ് ഈ ഒരു എനർജി.
അപ്പൊ ഇവിടെ ഒരു മോളിക്യൂൾസിന്റെ കേസ് എടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ്, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. മോളിക്യൂൾസിന്റെ കേസിൽ ഇതിന് നമ്മള് എല്ലാ മോളിക്യൂൾസിനും ഒരേ കൈനറ്റിക് എനർജി അല്ല, അപ്പം എന്നാൽ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് ഉള്ള കൈനറ്റിക് എനർജി അത് ഈ ഒരു കൈനറ്റിക് എനർജിയിലാണ്. ഇതാണ് ഇവിടെ മാക്സിമം ആയിട്ട് ഇത്രയും മോളിക്യൂൾസിന് ഈ ഇത്രയും എമൗണ്ട് ഇതിന്റെ ടോപ്പിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഈ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ് എന്ത്, മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി, ഹയർ കൈനറ്റിക് എനർജി ഉള്ളതിന്റെ എണ്ണവും ലോവർ കൈനറ്റിക് എനർജി ഉള്ളതിന്റെ എണ്ണവും കുറവാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ കുറെ മോളിക്യൂൾസ് ഉള്ള ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നതെന്നാണ് രണ്ടാമത്തെ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഇവിടെയും NE/NT ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, y ആക്സിസിൽ എടുത്തിരിക്കുന്നത്. x ആക്സിസിൽ എന്താ എടുത്തിരിക്കുന്നത്, കൈനറ്റിക് എനർജി തന്നെയാണ് എടുത്തിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ആദ്യത്തെ ഗ്രാഫ് കണ്ടോ, മുകളിലേക്ക് പോയ ഒരു ഗ്രാഫ് ടി ടെമ്പറേച്ചറിൽ ആ ഗ്രാഫ് മാക്സിമം ഫ്രാക്ഷൻ, ഇതാണ് ആ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടെമ്പറേച്ചർ കൂട്ടി, അതായത് T+10 ഡിഗ്രി കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞപ്പോൾ ആ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണത്തിൽ കുറവ് വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു, എനർജി ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഈ ഒരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരിയല്ലേ? അതായത് കൈനറ്റിക് എനർജി കൂടി. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോൾ മോളിക്യൂൾസിന്റെ എന്ത് കൂടി, കൈനറ്റിക് എനർജി കൂടി. നോക്കിക്കേ, ഇവിടെ എത്തി. അപ്പൊ ഇതിന്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിരിക്കും അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. As temperature increases, the fraction of molecules possessing higher kinetic energy increases. Okay. In both curves, the area under the curves is constant. ആ കർവിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, ആ കർവ് ബ്രോഡൻ ചെയ്തു. കൂടാതെ ആ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന്റെ എന്ത് കൂടി, കൈനറ്റിക് എനർജി കൂടി. എണ്ണം കുറഞ്ഞെങ്കിലും കൈനറ്റിക് എനർജി കൂടി. ഇനി മൂന്നാമത്തെ കാര്യം ഇവിടെ നോക്കിക്കേ, സപ്പോസ് ഇതാണ് ആക്ടിവേഷൻ എനർജി. നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, മോളിക്യൂൾസിനെല്ലാം എന്തുണ്ടായിരിക്കണം, ഒരു മിനിമം എനർജി ഉണ്ടായിരിക്കണം, അല്ലെ? ഫോർ ദ റിയാക്ടൻസ് ടു കൺവേർട്ട് ഇൻടു ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, ആൻഡ് ദാറ്റ് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി ഇതാണെന്ന് വിചാരിക്കുക. ആദ്യം T എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഇത്രയും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെ ഉണ്ടായിരുന്നുള്ളൂ ഈ ആക്ടിവേഷൻ എനർജി. ഞാനതൊന്ന്, ഇതാണ് T എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്, കണ്ടോ? പക്ഷെ T+10 ആയി കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാൻ. T+10 ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇരട്ടിയായില്ലേ? ആക്ടിവേഷൻ എനർജിയുള്ള മോളിക്യൂൾസിന്റെ എണ്ണം 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഇരട്ടിയായി. അപ്പൊ ഇങ്ങനെയാണ് മാക്സ്വെല്ലും ബോൾട്സ്മാനും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? രണ്ടിന്റെയും കേസിൽ നമ്മൾ y ആക്സിസിൽ ഏതാണ് എടുത്തത്, ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് എനർജി E ആണ് എടുത്തത്. x ആക്സിസിൽ കൈനറ്റിക് എനർജി പ്ലോട്ട് ചെയ്ത് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. സെക്കൻഡ് കേസിൽ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി ഉണ്ട്, പക്ഷെ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞപ്പോൾ ആ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആ ഫ്രാക്ഷൻ കുറഞ്ഞു. പക്ഷെ ആ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന്റെ എന്ത് കൂടി, കൈനറ്റിക് എനർജി കൂടി. മാത്രമല്ല, ആദ്യം 100 മോളിക്യൂൾസിനെ ഈ എനർജി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടി കഴിഞ്ഞപ്പോൾ അത് എത്രയായി, 200 ആയി. ദാറ്റ് മീൻസ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾഡ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, ദ മാക്സിമം ഓഫ് ദ കർവ് ഷിഫ്റ്റഡ് ടു ഹയർ കൈനറ്റിക് എനർജി വാല്യൂ. ആ കർവിന്റെ മാക്സിമം എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഹയർ കൈനറ്റിക് എനർജി വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. Secondly, so the fraction of molecules having higher kinetic energy increases. And in the third case, as temperature increases, the fraction of molecules having energy EA get doubled, and hence the rate constant
ഡബിൾ റേറ്റ് കോൺസ്റ്റന്റും ഇരട്ടിയായി. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, now let us consider once again Arrhenius equation. K is equal to A into e raised to minus EA by RT. ഇതിൽ ഓരോ ടേമും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതില് e raised to minus EA by RT, e raised to minus EA by RT എന്ന് പറയുന്നത് that is the fraction of molecules having kinetic energy greater than EA. അതാണ് e raised to minus EA by RT എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് പഠിച്ചു വെക്കണം കേട്ടോ. സോ ദിസ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ EA. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ലോഗരിതം എടുത്ത് നോക്കാം. നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ എങ്ങനെ വരും? ln k is equal to ln a. നമ്മൾ പഠിച്ചിട്ടുണ്ട് log a b എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? log a plus log b. ആ രൂപത്തിലേക്ക് എഴുതാൻ പോവാണ്. ln a plus ln e raised to minus EA by RT എന്ന് എഴുതാം. എഴുതട്ടോ. ഇനി നമുക്കറിയാം log a raised to x നെ എങ്ങനെ എഴുതാം? log a raised to x എന്ന് പറയുന്നത് എന്താണ്? x log a ആണ്. അങ്ങനെയാണെങ്കിൽ ln k is equal to ln a plus minus EA by RT into ln e എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ ln e യുടെ വാല്യൂ 1 ആണ്. ln e എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ln k is equal to ln a minus EA by RT. ഓക്കെ, ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ln k is equal to minus EA by RT 1 by t എന്ന് എഴുതാം പ്ലസ് ln e. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. നമുക്ക് ഈ നാച്ചുറൽ ലോഗരിതത്തെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാം. എന്ത് ചെയ്താൽ മതി? ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2.303. സോ മൾട്ടിപ്ലൈ ചെയ്യുക. 2.303 log k is equal to minus EA by RT plus 2.303 log a. എന്ത് ചെയ്യണം? ഈ 2.30 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെ വരും? log k is equal to minus EA divided by 2.303 r into 1 by t plus log a. This is equation number 2. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ഇക്വേഷൻസും നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ഇതിനെ y is equal to mx plus c കമ്പയർ ചെയ്യുക. y is equal to mx plus c എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ആദ്യത്തെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ദിസ് ഈസ്, ശ്രദ്ധിച്ചോണേ, ഇവിടെ y എന്ന് പറയുന്നത് ln k ആണ്. സോ ln k, then x എന്ന് പറയുന്നത് 1 by t ആണ്. 1 by t along the x axis. then സ്ലോപ്പ് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ഗ്രാഫ് ആയിട്ട് കിട്ടും. പക്ഷേ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് സ്ലോപ്പ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പൊ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരും, മുകളിൽ നിന്ന് താഴേക്ക്, കാരണം നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇങ്ങനെ വരും. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് EA by R ആണ് സ്ലോപ്പ്. ആൻഡ് ദിസ് y ഇന്റർസെപ്റ്റ്, ഈ y ഇന്റർസെപ്റ്റോടെ ഒന്ന് കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് എന്ത്? ln a എന്ന് പറയുന്നത്. സിമ്പിൾ ഗ്രാഫ് അല്ലേ ഇത്? ഇത് തന്നെ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ റിയാക്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് കണ്ടതാണ് അല്ലേ? ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഗ്രാഫുകൾ അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തതാണ്. അത് പഠിച്ച കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. ഇനി ഇക്വേഷൻ നമ്പർ 2 ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 2ന് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം. എന്ത് ചെയ്യണം? അടുത്തത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ y ആക്സിസിൽ ഏത് പ്ലോട്ട് ചെയ്യണം? log k. സോ log k. x ആക്സിസിൽ ഏത് പ്ലോട്ട് ചെയ്യണം? 1 by t. 1 by t പ്ലോട്ട് ചെയ്തു. ഇനി അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നോക്കി, നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇവിടെയും ഇതേ ഗ്രാഫ് തന്നെയാണ് വരുന്നത്. പക്ഷെ സ്ലോപ്പ് എന്തായിട്ട് മാറും? സ്ലോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്?
minus EA divided by 2.303. So minus EA divided by 2.303 ആണ്. Okay. Now ഇവിടെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എ ആണ്. ആകെയുള്ള വ്യത്യാസം ഇവിടെ ഈ ലോഗിന് പകരം ഇവിടെ നാച്ചുറൽ ലോഗരിതമാണ്, ഇവിടെ കോമൺ ലോഗരിതമാണ്. അത്രയും വ്യത്യാസമുള്ളൂ. ഗ്രാഫ് രണ്ടും സെയിം ആണ്, പക്ഷെ സ്ലോപ്പിൽ മാത്രം വ്യത്യാസമുണ്ട്. നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ. കോമൺ ലോഗരിതം എടുക്കുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആണ്. ഓക്കെ. ഈ രണ്ട് കേസിലും ഈ സ്ലോപ്പിന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം, ഇ എ കണ്ടുപിടിക്കാം. അറീനീസ് ഇക്വേഷന്റെ ലോഗരിതമിക് ഫോം നമ്മൾ കണ്ടു, അതിന്റെ ഗ്രാഫ് എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടു. ഇനി വീണ്ടും ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇന്ന് പരിഗണിക്കുകയാണ്. ഇവിടെ നമുക്ക് k ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ഇ എ ബൈ ആർ ടി എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ, ഉണ്ടോ? ശരിയല്ലേ? കാരണം ഇ റേസ് ടു ഇത് മുകളിൽ പോകുമ്പോഴാണ്, ന്യൂമറേറ്ററിൽ പോകുമ്പോഴാണ് മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയുന്നത്. ഈ ഒരു ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ആ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഈ ഒരു ടൈമിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇ റേസ് ടു 1/2 ആൻഡ് ഇ റേസ് ടു 1/4 ഏതാണ് വലുത്? ഞാൻ രണ്ടിന്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രി കൂട്ടി, ഒന്ന് ടെമ്പറേച്ചർ മാത്രമേ എഴുതിയുള്ളൂ. അപ്പൊ 1/2 ആണോ വലുത്, 1/4 ആണോ വലുത്? 1/2 ആണ് വലുത് അല്ലെ? അപ്പൊ 1/4 എന്ന് പറയുന്നത് ചെറുതായി പോകും അല്ലെ? സോ as temperature increases this term becomes decreases, that is e raised to EA by RT decreases. ശരിയല്ലേ? അത് ഡിക്രീസ് ചെയ്യും. ഇത് ഡിക്രീസ് ചെയ്ത് കഴിയുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? ഇത് കുറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ കെ ഇൻക്രീസസ്. കണ്ടോ? ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞപ്പോൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പ്രൂവ് ചെയ്തത് കണ്ടോ? അറീനിയസ് ഇക്വേഷൻ വഴി. ഇനി ആക്ടിവേഷൻ എനർജി കുറയാന്ന് വിചാരിക്കുക. EA decreases, ആക്ടിവേഷൻ എനർജി കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ടോപ്പിലുള്ളത് കുറഞ്ഞു, അതായത് ഇ റേസ് ടു 2/3 ഇ റേസ് ടു 4/3. അതായത് 2 എന്ന് പറയുന്നത് ആദ്യത്തെ ആക്ടിവേഷൻ എനർജി, രണ്ടാമത്തെ ആക്ടിവേഷൻ എനർജി 4 ആണെന്ന് വിചാരിക്കുക. ഏതാണ് വലുത്? ഇത് തന്നെയാണ് വലുത്. അപ്പം ഇത് ചെറുതാണ്. അപ്പൊ ഇ എ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇ എ ബൈ ഈ ഒരു ടേം കുറഞ്ഞു. That means e raised to EA by RT decreases. ശരിയല്ലേ? ഈ ഒരു ടേം കുറഞ്ഞില്ലേ? ഈ ഒരു ടേം കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? റേറ്റ് കോൺസ്റ്റന്റ് കൂടും. 2k ഇൻക്രീസസ്. രണ്ട് രീതിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം. ആക്ടിവേഷൻ എനർജി കുറഞ്ഞാലും എന്ത് സംഭവിക്കും? റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കൂടും. അതുപോലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും എന്ത് കൂടും? കെയുടെ വാല്യൂ കൂടും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അത് പ്രൂവ് ചെയ്തു നമ്മൾ. ഇനി ഇയുടെ വാല്യൂ നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അത് കൂടാതെ നമുക്ക് രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ രണ്ട് ഡിഫറെന്റ് റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്തെടുക്കാം. പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമാണ്. നോക്കിക്കൊള്ളുക. നമ്മൾ വീണ്ടും ഇതിന്റെ നാച്ചുറൽ ലോഗരിതം ഫോമിലേക്ക് ഒന്നുകൂടി എഴുതാം. ln k is equal to ln a minus EA by RT എന്നാണ് എഴുതുന്നത്. ഇനി അറ്റ് ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 ആണെന്ന് വിചാരിക്കുക. ഇനി T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്താവും? K2 ആവും. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? ln a minus EA by RT2 എന്ന് വരും. ഇക്വേഷൻ 1 എന്ന് എടുക്കുക, ഇക്വേഷൻ 2 എന്ന് എടുക്കുക. Now ഇക്വേഷൻ 2 minus 1, 2 നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? ln k2 minus ln k1. ഇതാണ് 2. അപ്പൊ ln k2 minus ln k1. ലെഫ്റ്റ് സൈഡ് നമ്മൾ കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡ് മൈനസ് ചെയ്യാണ്. റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ln a minus ln a എന്താണ്? 0 ആണ്, ക്യാൻസൽ ആയി പോകും അല്ലെ? അപ്പം അത് നമ്മൾ ആ ടേം എഴുതുന്നില്ല, പകരം ഈ ടേം മാത്രം എഴുതുകയാണ്. മൈനസ് EA ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. RT2 മൈനസ് and again here one more minus. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് അല്ലാതെ ഒരു മൈനസ് കൂടി ഉണ്ട്. അപ്പം മൈനസ് EA by RT1 ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ മൈനസും മൈനസും പ്ലസ് ആകും. ഈ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? EA by R ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തെടുക്കുകയാണ്. EA by R ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് ആദ്യം ഈ ടേം പോസിറ്റീവ് ആണ്. അപ്പൊ 1/T1, ഈ ടേമിന്റെ 1/T1
മൈനസ് 1 ബൈ T2 എന്ന് കിട്ടും. ലോഗ് എ മൈനസ് ലോഗ് ബി എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ln K2 മൈനസ് ln K1 നെ ln K2 ബൈ K1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ നാച്ചുറൽ ലോഗരിതത്തിൽ നിന്ന് കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2.303 log K2 by K1 is equal to EA by R into, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2. ഓക്കെ, ഇനി ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 2.303. അപ്പൊ ഇക്വേഷൻ വരും log K2 by K1 is equal to EA divided by 2.303 into T2 minus T1 divided by T1 T2. So this is the equation connecting two rate constant and at two different temperatures. From this we can calculate the activation energy. ഇത് പഠിച്ചു വെക്കണം. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലംസ് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലെ? അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി. അതിനെ ബേസ് ചെയ്തിട്ടുള്ള അരീനിയസ് ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. അരീനിയസ് ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതുകൂടാതെ അതിന്റെ ലോഗരിതമിക് ഫോം, ഗ്രാഫ്, അവിടെ പഠിപ്പിച്ചിരിക്കുന്ന മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് എല്ലാം പഠിക്കണം. ഇനി ഈ ഭാഗത്ത് നിന്ന് ഇതിന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് അരീനിയസ് ഇക്വേഷൻ? എക്സ്പ്ലെയിൻ ദ ടേംസ്. ഓരോ ടേം എക്സ്പ്ലെയിൻ ചെയ്യണം. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് ഓഫ് എ റിയാക്ഷൻ യൂസിംഗ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ആ കർവ് വെച്ചിട്ട് ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന്, അതൊന്ന് പറയാം. തേർഡ് വൺ, ഡിറൈവ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ആക്ടിവേഷൻ എനർജി യൂസിംഗ് അറീനിയസ് ഇക്വേഷൻ. ഏറ്റവും അവസാനം നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചില്ലേ, ലോഗ് K2 by K1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2 എന്ന ഇക്വേഷൻ. അത് ഒന്ന് ഡിറൈവ് ചെയ്ത് എടുക്കണം. ഓരോ ടേമും എന്താണെന്ന് അറിയണം. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.